ഇവിടെ ഒരാൾ പെട്ടെന്നൊരു സുഷി എടുത്ത് കഴിച്ചതും അയാളുടെ തല ഒരു പഫർ ഫിഷ് ആയിട്ട് മാറി. രണ്ട് കൂട്ടുകാര് ഒരു സുഷി റെസ്റ്റോറന്റിൽ പോയിട്ട് സുഷി കഴിക്കുകയായിരുന്നു. അങ്ങനെ വർക്ക് പ്രഷർ കാരണം അയാളെ എല്ലാത്തിനെയും കുറ്റം പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന സുഷിയെയും അയാൾ കുറ്റം പറഞ്ഞു. എന്നിട്ട് ഓണറിനെ വിളിച്ച ശേഷം വേറൊരു സുഷി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാ ഓണർ ആ സുഷി എടുത്ത് നോക്കിയിട്ട് അതിനൊരു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെ നല്ല ഫുഡിന് പോലും മനഃപൂർവ്വം മോശം അഭിപ്രായം പറയുന്ന കസ്റ്റമറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. ഉടനെ അയാൾ ഫിഷ് ടാങ്കിൽ ചെന്ന് ഒരു പഫർ ഫിഷിനെ എടുത്ത് കസ്റ്റമറിന് കൊടുത്തു. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സുഷി മുന്നിൽ കൊണ്ടുവച്ചതും കസ്റ്റമർ ജയിക്കാൻ വേണ്ടിട്ട് ആ പഫർ ഫിഷിനെ എടുത്ത് കഴിക്കുകയാണ്. എന്നാൽ അയാൾ ആ പഫർ ഫിഷിനെ കഴിച്ച അടുത്ത സെക്കൻഡിലെ അയാളുടെ തല പഫർ ഫിഷിനെ പോലെയായി. അങ്ങനെ അയാളുടെ വ്യത്യസ്ത രൂപമാറ്റം കാരണം അയാളെ എല്ലാ സ്ഥലത്തും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി. എപ്പോഴും പെണ്ണുങ്ങൾ അയാളുടെ ചുറ്റിനും ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ലൈഫ് കുറച്ചുകൂടി ഈസിയും ഹാപ്പിയും ആവുകയാണ്. കൂടാതെ അയാളുടെ നാട്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുമായി മാറി. അങ്ങനെ സ്വിമ്മിംഗ് ഒന്നും അറിയാതിരുന്ന ആള് ഫിഷ് ആയതിനു ശേഷം സൂപ്പർ ആയിട്ട് സ്വിമ്മിംഗ് ചെയ്യാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അയാളുടെ ഫ്രണ്ടിന് ജലസും വിഷമവും തോന്നുകയാണ്. എന്താന്ന് വെച്ചാൽ അവനിപ്പോ ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് അയാളും ആ സുഷി റെസ്റ്റോറന്റിലേക്ക് ചെന്നിട്ട് ഒരു രൂപമാറ്റം വേണമെന്ന് ഷെഫിനോട് പറയുന്നു. ഉടനെ ഷെഫ് ഒരു ജീവനുള്ള ഒക്ടോപ്പസിനെ എടുത്ത് അയാൾക്ക് തിന്നാൻ കൊടുത്തു. എന്നാൽ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞതും ഫ്രണ്ട് ഒരു ഒക്ടോപ്പസ് ആയിട്ട് മാറി. അതിനുശേഷം രൂപം മാറാൻ വേണ്ടി ആളുകൾ ആ സുഷി റെസ്റ്റോറന്റിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ രൂപം മാറണമെങ്കിൽ ആരായിട്ട് മാറും? കമന്റ് ചെയ്യാൻ മറക്കല്ലേ.